നമുക്ക് ഈ ബോട്ടിലിന്റെ മുകളിൽ ഇപ്പോൾ ലോഗോ അടിച്ചാലോ? എങ്ങനെയാ ചെയ്യണേ? ക്രയോൺ ചെയ്ത് നോക്കാം. നമുക്ക് ക്രയോൺ ചെയ്താ മഞ്ഞൂലേ? മഞ്ഞോ ചെയ്ത് നോക്കാം. മഞ്ഞുകൊണ്ട് നോക്കട്ടെ. മഞ്ഞുണ്ടല്ലോ. അപ്പൊ എന്താ ചെയ്യാ? ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് എങ്ങനെ ബോട്ടിലിന്റെ മുകളിൽ ഇങ്ങനത്തെ ഓരോ ലോഗോയോ എന്ത് വേണമെങ്കിലും പ്രിന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അത് തന്നെ നമുക്ക് വേണ്ട ഉപ്പാണ്. ഉപ്പെടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇടുക, 1.5 ടീസ്പൂൺ. നല്ലോണം ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് ബഡ്സ് ആണ് വേണ്ടത്. ബഡ്സ് എടുത്ത് ആ ഉപ്പ് വെള്ളത്തിൽ മുക്കിയിടുക. കുറച്ച് നേരം വെക്കണം ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട്. പിന്നെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കുക. ബാക്കി ദേവജി കാട്ടിത്തരും. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ട ഒരു ബോട്ടിലാണ്, സാധാ സ്റ്റീലിൻ്റെ ബോട്ടിൽ. ഇത് ഞങ്ങളിപ്പോൾ കട്ട് ചെയ്യിപ്പിച്ചതാണ്. നമ്മൾ ഈ വണ്ടീൻ്റെ മുകളിലൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കണ സ്ഥലത്ത് ഓരോരുത്തർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് അവിടെ തന്നെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ വരച്ച് കട്ട് ചെയ്താലും മതി. ഞങ്ങൾ പിന്നെ ഒരു പെർഫെക്ഷന് വേണ്ടി അങ്ങനെ ചെയ്തതാണ്. ഒരു സ്റ്റിക്കർ ഇതിൻ്റെ മുകളിൽ ചെരിച്ച് ഒട്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മൊത്തം ഇങ്ങോട്ട് പൊളിഞ്ഞു പോരില്ല. അതിനെ കൊണ്ട് വന്നിട്ട് നമ്മൾ ഇത് മൊത്തമായിട്ട് ബോട്ടിലിൻ്റെ മുകളിൽ ഒട്ടിക്കുക. നമ്മൾ നേരത്തെ ഒട്ടിച്ച ആ ചെരിച്ചൊട്ടിച്ച സ്റ്റിക്കർ പൊളിച്ചെടുക്കുകയാണ്. പൊളിക്കുമ്പോൾ സൂക്ഷിക്കണം, മറ്റേതൊന്നും പറഞ്ഞു പോരരുത്. പിന്നെ നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള ഭാഗത്തുള്ള സ്റ്റിക്കർ മൊത്തം പൊളിച്ചെടുക്കാം. അപ്പോൾ ഇതാ പൊളിച്ച് തീരാനായി. ബി പൊളിച്ച്, ഇനി ഡിയും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ലോഗോ. അപ്പോൾ പിന്നെ വേണ്ട നമുക്ക് എലിഗേറ്റർ ക്ലിപ്പ്, 9 വോൾട്ട് ബാറ്ററി, നെഗറ്റീവും പോസിറ്റീവും അതിൽ കൊടുത്ത് നമുക്ക് ബോട്ടിലിന് മൂടി തുറക്കാം. എന്നിട്ട് പോസിറ്റീവ് ബോട്ടിലിന് മുകളിൽ കൊടുക്കുക. എന്നിട്ട് ബഡ്സ് എടുക്കുക, നേരത്തെ ദേവാങ്കം മുക്കി വെച്ച ബഡ്സ്. എന്നിട്ട് അതിൻ്റെ ആ മുങ്ങി നിന്ന ഭാഗം, ആ ഉപ്പുവെള്ളം തട്ടിയ ഭാഗത്ത് നെഗറ്റീവ് കണക്ട് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം. ഇനി നമ്മൾ നല്ലോണം വരയ്ക്കണം. ഒരു 10 മിനിറ്റോളം വരയ്ക്കണം. എല്ലാ ഭാഗത്തും ഒരേമാതിരി വരച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരേ ഷെയ്ഡ് കിട്ടും. നിങ്ങൾ ഷെയ്ഡ് കൂട്ടണമെങ്കിൽ നല്ലോണം ബാക്കിയുള്ള ഭാഗത്ത് വരയ്ക്കുക. കണ്ടില്ല ഞങ്ങൾ അതിൻ്റെ അത് വരഞ്ഞ് വന്ന ഭാഗം. പിന്നെ ബഡ്സ് മാറ്റുക, പിന്നെയും വരയ്ക്കുക. ഒരു 10 മിനിറ്റോളം വരയ്ക്കണം. സൈഡൊക്കെ നല്ലോണം വരയ്ക്കണം, അല്ലെങ്കിൽ ആ സൈഡൊന്നും കിട്ടൂല. അപ്പം നിങ്ങളിപ്പോൾ പേരാണ് ചെയ്യണമെങ്കിൽ ആ പേരും ഇത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വരച്ചാൽ മതി. പിന്നെ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് അമർന്നു പോകരുത്. അമർന്നു പോയാൽ അവിടെ കരിഞ്ഞ മാതിരി വേറെ കളറായിപ്പോവും. അപ്പോൾ ഷെയ്ഡ് വ്യത്യാസം വരും. ഒരേ മാതിരി എല്ലായിടത്തിലും വരയ്ക്കണം. പിന്നെ ഏറ്റവും അവസാനം പൊളിച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ അതേമാതിരി കാണാം. അപ്പോൾ നിങ്ങളെ സ്റ്റിക്കർ അത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ നല്ലോണം കിട്ടും. അപ്പോൾ നമ്മൾ ലോഗോ ചെയ്ത് കഴിഞ്ഞ് വലിയ ചിലവൊന്നുമില്ല. നിങ്ങൾ പ്രിന്റ് ചെയ്യാൻ കൊടുക്കണതിനെക്കാട്ടും നല്ല നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യണതാണ്. അത്രയും എളുപ്പമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും കമന്റ് ചെയ്യുക.